അപ്പോൾ ഗ്രാഫ് തിയറിയുടെ പോർഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻസിഡൻസ്, ഡിഗ്രി, പിന്നെ ഡിഗ്രിയുടെ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു. സം ഓഫ് ഡിഗ്രീസ് ഓഫ് ഓൾ വെർട്ടീസസ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി വരെ നമ്മൾ പറഞ്ഞു നിർത്തിയേ. നെക്സ്റ്റ് അതിനെ ബേസ് ചെയ്തിട്ടൊരു തിയറാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നമ്പർ ഓഫ് വെർട്ടീസസ് ഓഫ് ഓൾ ഡിഗ്രി ഇൻ എ ഗ്രാഫ് ഈസ് ഓൾവേസ് ഈവൻ. അപ്പോൾ ഒരു ഗ്രാഫ് എടുക്കുക, അതിൽ എല്ലാ വെർട്ടീസുകളുടെയും ഡിഗ്രി നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ലോ ഡിഗ്രിയുള്ള വെർട്ടീസുകൾ എത്ര ഉണ്ടോ നോക്കുക, അതിൻ്റെ കൗണ്ട്. സോ ദാറ്റ് കൗണ്ട് വിൽ ബി ഓൾവേസ് ഈവൻ. അപ്പോൾ ഈ തിയറത്തിൻ്റെ പ്രൂഫാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മളുടെ ഈ ഇക്വേഷനാണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്. ഇക്വേഷൻ എഴുതാന്ന് വെച്ചാൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ കാണുന്നത് നോക്കിയാൽ സിഗ്മ ഐ ഈക്വൽ ടു 1 to n ഡിഗ്രി ഓഫ് വി ഐ. അപ്പോൾ ഐ ഈക്വൽ ടു 1 to n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വെർട്ടെക്സ്, 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വെർട്ടെക്സ്, അങ്ങനെ n വരെ ഉണ്ടെങ്കിൽ n വെർട്ടീസുകൾ എടുക്കും. ഓരോ വെർട്ടീസുകളിലും ഡിഗ്രിയുടെ സമ്മാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഡി ഓഫ് വി ഐ, ഡിഗ്രി ഓഫ് ദ വെർട്ടെക്സ് വി ഐ. അപ്പോൾ നമ്മളുടെ ഗ്രാഫിലുള്ള എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രി കണ്ടുപിടിക്കുക, അതിൻ്റെ സം കണ്ടുപിടിക്കുക. അതാണ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് കാണുന്നത്. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്നു, സം ഓഫ് ഡിഗ്രീസ് ഓഫ് ഓൾ വെർട്ടീസസ് ഇൻ എ ഗ്രാഫ് ഈസ് ഈക്വൽ ടു 2e. അപ്പോൾ അതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് എഡ്ജസ് എത്രയാണെങ്കിലും അതിൻ്റെ ട്വൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാല്യൂ എന്തായാലും എപ്പോഴും എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. ട്വൈസ് എ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എപ്പോഴും എന്തായിരിക്കും? ഒരു ഈവൻ വാല്യൂ ആയിരിക്കും. സോ ഈ ഇക്വേഷന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈവൻ. ഇനി നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇക്വേഷനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ ഗ്രാഫിലെ വെർട്ടീസുകൾ ഈവൻ ഡിഗ്രി ഉള്ളതും ഉണ്ടാവും, ഓഡ് ഡിഗ്രി ഉള്ളതുണ്ടാവും. ആ എല്ലാ ഡിഗ്രിയും കൂടി ആഡപ്പ് ചെയ്യുന്നതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന ഇക്വേഷൻ. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? ഈവൻ ഡിഗ്രി ഉള്ള വെർട്ടീസുകളുടെ സമ്മ് പ്ലസ് ഓഡ് ഡിഗ്രി ഉള്ള വെർട്ടീസുകളുടെ വാല്യൂസിൻ്റെ സമ്മ്. അപ്പോൾ ഈ ഡിഗ്രീനെ നമ്മൾ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, ഈവൻ ഡിഗ്രി ഉള്ളതിൻ്റെതും പ്ലസ് ഓഡ് ഡിഗ്രി ഉള്ളതിൻ്റെയും. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ദാറ്റ് ഈസ് ഈക്വൽ ടു 2e. ദാറ്റ് മീൻസ് ദാറ്റ് വാല്യൂ വിൽ ബി ഓൾവേസ് ഈവൻ. സോ ഇഫ് യു കൺസിഡർ ദ വെർട്ടീസസ് വിത്ത് ഓഡ് ആൻഡ് ഈവൻ ഡിഗ്രി സെപ്പറേറ്റ്ലി. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വാല്യൂ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഈവൻ ഡിഗ്രിയുള്ള വെർട്ടീസുകൾ ഏതൊക്കെയാണോ അതിൻ്റെ സമ്മും പ്ലസ് ഓഡ് ഡിഗ്രിയുടെ സം. അപ്പോൾ ഈ എൻ്റയർ സം നമ്മൾ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു, അത്രേ ഉള്ളൂ. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളുടെ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ പ്രകാരം ഇതിൻ്റെ വാല്യൂ 2e ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി ഓൾവേസ് ആൻ ഈവൻ വാല്യൂ. അപ്പോൾ ഈ ഒരു പോർഷൻ എന്തായാലും ഈവൻ ആണ്. നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് പോർഷനുണ്ട്, സെക്കൻഡ് പോർഷനുണ്ട്. ഇനി ഫസ്റ്റ് പോർഷനിൽ നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്? ഈവൻ ഡിഗ്രീസിൻ്റെ സമ്മാണ് എഴുതിയിരിക്കുന്ന ടേം. അപ്പോൾ ഈവൻ ഡിഗ്രീസ് എന്ന് നമുക്കറിയാം 2, 4, 6, 8 ആ ഒരു രീതിയിലേ വരുള്ളൂ. ആ നമ്പേഴ്സ് നമ്മൾ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോയാലും എപ്പോഴും എന്തേ കിട്ടുള്ളൂ? ഉറപ്പായിട്ടും ഒരു ഈവൻ വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പോർഷനും ഈവൻ ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈവൻ ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ ഒരു പോർഷനും ഈവൻ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബാക്കിയുള്ള പോർഷനും എന്തായിരിക്കും? ദാറ്റ് മസ്റ്റ് ബി ഓൾസോ ഈവൻ. അപ്പോൾ ഒരു ഈവൻ്റെ കൂടെ നമുക്ക് വേറൊരു ഈവൻ ആഡപ്പ് ചെയ്താലും മാത്രമേ ഉള്ളൂ നമുക്ക് ടോട്ടലി ഈവൻ കിട്ടുള്ളൂ, അല്ലേ? സോ അതുകൊണ്ട് ഈ ഒരു പോർഷൻ, അതായത് നമ്മളുടെ ഓഡ് ഡിഗ്രി ഉള്ളതിൻ്റെ സമ്മും എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി ആൻ ഈവൻ നമ്പർ. അതാണ് ഈ എഴുതിയിരിക്കുന്നത് താഴെ, സിഗ്മ ഓഡ് ഡിഗ്രി ഓഫ് വി കെ ഈക്വൽ ടു ആൻ ഈവൻ നമ്പർ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഓഡ് ഡിഗ്രി ഉള്ള വെർട്ടീസുകളുടെ ഡിഗ്രി ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഈവൻ വാല്യൂ കിട്ടും. ഇനി ഓഡ് ഡിഗ്രി എത്ര എണ്ണത്തിന് വേണമെങ്കിലും ആവാം. 2 എണ്ണത്തിന് വരാം, 3 എണ്ണത്തിന് വരാം, 4 എണ്ണത്തിന് വരാം. 2 വെർട്ടീസുകൾക്കാണ് ഓഡ് ഡിഗ്രി എന്ന് കരുതുക, 3ഉം 5ഉം. അപ്പോൾ 3 + 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആ ഡിഗ്രീസിൻ്റെ എണ്ണ സം എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി 8 ആൻഡ് ഈവൻ നമ്പർ. ഇനി 3ഉം 5ഉം 7ഉം കൂടിയാണ് വരുന്നതെങ്കിൽ നോക്കിയേ, 3 വെർട്ടീസുകൾ ഓഡ് ഡിഗ്രി ഉള്ളതുണ്ടെങ്കിൽ 3 + 5 + 7 നമുക്ക് എത്ര കിട്ടി? 3 + 5 8 കിട്ടി, 8 + 7 15 കിട്ടി. ദാറ്റ് ഈസ് നോട്ട് ആൻ ഈവൻ നമ്പർ. അപ്പോൾ ഈ സമ്മ് ഈവൻ ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന വെർട്ടീസുകളുടെ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ഈവൻ. അപ്പോൾ 2 വെർട്ടീസ് അല്ലെങ്കിൽ 4 വെർട്ടീസ് അല്ലെങ്കിൽ 6 വെർട്ടീസ് അങ്ങനെ ഓഡ് ഡിഗ്രി ഉള്ള വെർട്ടീസുകളുടെ ഡിഗ്രി നമ്മൾ ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഈവൻ നമ്പർ കിട്ടും. അപ്പോൾ 3 + 5 ചെയ്ത് നമുക്ക് ഈവൻ കിട്ടും, പക്ഷേ 3 + 5 + 7 ചെയ്ത് നമുക്ക് ഓഡാണ് കിട്ടുക. അപ്പോൾ ഓഡ് ഡിഗ്രിയുള്ള വെർട്ടീസുകളുടെ എണ്ണം എപ്പോഴും എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി ഈവൻ. ഇത് ഈവൻ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഓഡ് ഡിഗ്രിയുള്ള വെർട്ടീസുകളുടെ എണ്ണം ഈവൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് സമ്മപ്പ് ചെയ്ത് കഴിയുമ്പം ഒരു ഈവൻ വാല്യൂ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒന്നുകിൽ 2 വെർട്ടീസുകൾക്ക് ഓഡ് ഡിഗ്രി വരാം, അല്ലെങ്കിൽ 4 എണ്ണത്തിന് ഓഡ് ഡിഗ്രി വരാം, അല്ലെങ്കിൽ 6 എണ്ണത്തിന് ഓഡ് ഡിഗ്രി വരാം. അങ്ങനെ വന്നാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ ആഡപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്നത് തന്നെയായിരിക്കും ഒരു റിസൾട്ടൻ വാല്യൂ, ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അപ്പോൾ ഹെൻസ് ദ പ്രൂഫ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തത് നമ്മളുടെ ആദ്യം പറഞ്ഞ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ ബേസിക്സ് ആയിട്ട് എടുത്തത്. അപ്പോൾ സം ഓഫ് ഡിഗ്രി ഓഫ് വെർട്ടീസസ് എല്ലാത്തിൻ്റെയും ഗ്രാഫിലുള്ള എല്ലാ വെർട്ടീസുകളും, അതാണ് ഐ ഈക്വൽ ടു 1 to n സമ്മേഷൻ അല്ലെ സിഗ്മ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ടോട്ടൽ സം നമ്മൾ ആദ്യം കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. എത്ര എഡ്ജസ് ഉണ്ടോ അതിൻ്റെ ഇരട്ടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട്
ട്വൈസ് എ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ റിസൾട്ട് ഓൾവേസ് ഈവൻ ആയിരിക്കും. സോ ദിസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വിൽ ബി ഈവൻ. ഇനി ഈ ഡിഗ്രി ഓഫ് വെർട്ടീസുകൾ നമ്മൾ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. ഈവൻ ഡിഗ്രി ഉള്ളതും ഓഡ് ഡിഗ്രി ഉള്ളതും. ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോഴാണല്ലോ ടോട്ടൽ ഡിഗ്രിയുടെ സം കിട്ടിയത്. ഇനി ഈവൻ ഡിഗ്രിയുള്ള വെർട്ടീസുകൾ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എപ്പോഴും ഈവൻ തന്നെ കിട്ടുള്ളൂ. ഇനി ഇത് ഈവനാണ്, ഇതും ഈവനാണ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂ എന്തായേ പറ്റുള്ളൂ? ഈ സമ്മേഷനും ഈവൻ ആവണം. ഒരു ഈവൻ്റെ കൂടെ ഒരു ഈവൻ കൂട്ടിയാലേ നമുക്ക് നെക്സ്റ്റ് ഒരു ഈവൻ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു എൻ്റയർ സമ്മ് നമുക്ക് ഈവൻ ആണെങ്കിൽ മാത്രമേ റിസൾട്ട് ട്രൂ ആവുള്ളൂ. ഇനി ഈ സം ട്രൂ ആവണം എന്നുണ്ടെങ്കിൽ, അതായത് ഓഡ് ഡിഗ്രീസിൻ്റെ സമ്മ് ഈവൻ ആയിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഓഡ് ഡിഗ്രീസ് ഉള്ള വെർട്ടീസുകളുടെ എണ്ണം എപ്പോഴും ഈവൻ ആയിരിക്കണം. അതായത് 2 ഓഡ് വെർട്ടെക്സ് അല്ലെങ്കിൽ 4 ഓഡ് ഡിഗ്രി ഉള്ള വെർട്ടെക്സ് അല്ലെങ്കിൽ 6 ഓഡ് ഡിഗ്രി ഉള്ള വെർട്ടെക്സ് അങ്ങനെ വരികയാണെങ്കിൽ മാത്രം നമ്മൾ ആഡപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈവൻ നമ്പർ കിട്ടുള്ളൂ. അപ്പം ദാറ്റ് ഈസ് ദ റിസൾട്ട്. ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് വെർട്ടീസസ് ഓഫ് ഓഡ് ഡിഗ്രി. അപ്പോൾ ഓഡ് ഡിഗ്രി ഉള്ള വെർട്ടീസുകളുടെ എണ്ണം എപ്പോഴും ഒരു ഗ്രാഫിൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഈവൻ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിളാണിത്. ഇപ്പോഴും നമ്മൾ 4 വെർട്ടീസുകൾ കാണാം. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഓഡ് ഡിഗ്രിയുള്ള വെർട്ടീസുകൾ എയും ഉണ്ട്, സിയും ഉണ്ട്. സോ ദെയർ കൗണ്ട് ഈസ് 2. ദാറ്റ് ഈസ് ആൻ ഈവൻ വാല്യൂ. ഈ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് വെർട്ടെക്സ്. ഇനി ഒരു വെർട്ടെക്സിലേക്ക് ഒരു എഡ്ജും ഇൻസിഡൻ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വെർട്ടെക്സ് നമ്മൾ പറയുന്ന പേരാണ് ഐസൊലേറ്റഡ് വെർട്ടെക്സ്. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു എഡ്ജും ഇല്ലാത്ത ഈ V4 ഇവിടെ കാണാം, ഇവിടെ V7 കാണാം. സോ ഐസൊലേറ്റഡ് വെർട്ടീസസ് ആ വെർട്ടീസസ് വിത്ത് 0 ഡിഗ്രി. അപ്പോൾ ഡിഗ്രി 0 ആണെന്ന് എന്തുകൊണ്ടാണ്? അതിലേക്ക് എഡ്ജസ് ഒന്നും വരാത്തത് കൊണ്ട്. സോ വെർട്ടീസസ് V4 ആൻഡ് V7 ആർ ഐസൊലേറ്റഡ് വെർട്ടീസസ്. ഈ നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് വെർട്ടെക്സ് ആണ് പെൻഡൻ വെർട്ടെക്സ്. പെൻഡൻ വെർട്ടെക്സ് എന്ന് വെച്ചാൽ ആ വെർട്ടെക്സിൻ്റെ ഡിഗ്രി 1 ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മളുടെ V3 എന്ന് പറഞ്ഞ വെർട്ടെക്സ്, ഇതിലേക്ക് ഒരൊറ്റ എഡ്ജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡിഗ്രി നമുക്ക് 1 ആണ്. സോ ദിസ് വെർട്ടെക്സ് V3 ഈസ് കോൾഡ് എ പെൻഡൻ വെർട്ടെക്സ്. അപ്പോൾ V7ഉം V4ഉം ഐസൊലേറ്റഡ് ആയിട്ടുള്ള വെർട്ടെക്സ് ആണ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഒരു എഡ്ജും ഇല്ല. V3 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പെൻഡൻ വെർട്ടെക്സ് അല്ലെങ്കിൽ എൻ വെർട്ടെക്സ്. അപ്പോൾ അതിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി ഇവിടെ 2 അഡ്ജസൻറ്റ് എഡ്ജസ് സീരീസിലാണ് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ their common vertex must be of degree 2. ഇനി ഈ ഫിഗറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ V1 എന്ന് പറഞ്ഞ വെർട്ടെക്സ് ഇവിടെ കാണാം. ഇതിലേക്ക് 2 എഡ്ജുകൾ ഇൻസിഡൻ്റ് ആവുന്നുണ്ട്. ഒന്ന് ഇവിടെ നിന്ന് വരുന്ന എഡ്ജ്, ഒന്ന് ഇവിടെ നിന്ന് വരുന്ന എഡ്ജ്. അപ്പോൾ ഈ V1ൻ്റെ ഡിഗ്രി എന്താണ്? ദാറ്റ് ഈസ് 2. അപ്പോൾ അതിൻ്റെ ഡിഗ്രി 2 ആണെങ്കിൽ അതിൻ്റെ മീനിങ് ഈ എഡ്ജും എന്താണ്? സീരീസിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് പെൻഡൻ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ മീനിങ്. നമുക്ക് ഒറ്റ എഡ്ജ് മാത്രം വരുന്ന അല്ലെങ്കിൽ ഡിഗ്രി 1 ഉള്ള വെർട്ടെക്സിനാണ് പെൻഡൻ വെർട്ടെക്സ് എന്ന് പറയുക. ഇനി ലാസ്റ്റ് ടേം നൾ ഗ്രാഫ്. അപ്പോൾ ഒരു ഗ്രാഫ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ചെയ്യുമ്പോൾ നമുക്കറിയാം G = V, AB എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് വെർട്ടീസുകൾ, E ഈസ് സെറ്റ് ഓഫ് എഡ്ജസ്. ഇനി നമുക്കിങ്ങനെ ഒരു ഗ്രാഫ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ E എന്ന് പറഞ്ഞ സെറ്റ് എംപ്റ്റി ആയിട്ട് ഡിഫൈൻ ചെയ്താലും ദാറ്റ് ഈസ് ഓൾസോ കൺസിഡേർഡ് വാല്യൂ. സോ എ ഗ്രാഫ് വിത്തൗട്ട് എനി എഡ്ജസ് ഈസ് കോൾഡ് എ നൾ ഗ്രാഫ്. അപ്പോൾ ഗ്രാഫിൽ എഡ്ജസ് ഒന്നുമില്ല, പക്ഷേ വെർട്ടെക്സ് ഉണ്ടാകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ നൾ ഗ്രാഫിലുള്ള വെർട്ടെക്സുകളെല്ലാം എന്തായിരിക്കും? ഐസൊലേറ്റഡ് വെർട്ടെക്സുകളായിരിക്കും. എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ എഡ്ജസ് ഒന്നും ഇല്ലല്ലോ, എഡ്ജ് സെറ്റ് എംപ്റ്റി ആണ്. പക്ഷേ എത്ര വെർട്ടെക്സുകൾ വേണമെങ്കിലും ആവാം. സിംഗിൾ വെർട്ടെക്സ് അല്ലെങ്കിൽ 2 വെർട്ടെക്സ്, 3 വെർട്ടെക്സ്, 4 വെർട്ടെക്സ്, എത്ര ഐസൊലേറ്റഡ് വെർട്ടെക്സുകൾ വേണമെങ്കിലും ആവാം. പക്ഷേ ഈ വെർട്ടെക്സുകളെ ഒന്നും നമ്മൾ എഡ്ജ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നില്ല. എഡ്ജ് സെറ്റ് ഇവിടെ എംപ്റ്റി ആണ്. അതുകൊണ്ടാണ് അതിനെ നൾ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ എഡ്ജ് സെറ്റ് എംപ്റ്റി ആണെങ്കിലും വെർട്ടെക്സ് സെറ്റ് എംപ്റ്റി ആവണം നിർബന്ധമില്ല. അപ്പോൾ വെർട്ടെക്സ് സെറ്റ് എംപ്റ്റി ആയാൽ എന്തായി? ഗ്രാഫില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു വെർട്ടെക്സ് എങ്കിലും ഐസൊലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ നൾ ഗ്രാഫ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ നൾ ഗ്രാഫ് ഓഫ് 6 വെർട്ടീസസ്. V1 ഉണ്ട്, V2, V3, V4, V5 ആൻഡ് V6. വെർട്ടെക്സ് സെറ്റ് ഉണ്ട്, പക്ഷേ എഡ്ജ് സെറ്റ് ഇല്ല. എഡ്ജ് സെറ്റ് ഈസ് എംപ്റ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ എഡ്ജസ് ഒന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല.